മലയാള സംഗീത ലോകത്ത്, പ്രത്യേകിച്ച് റാപ്പ് സംഗീത ശാഖയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ശക്തമായ നിലപാടും ശബ്ദവും കൊണ്ട് ശ്രദ്ധേയനായ കലാകാരനാണ് ഹിരൺദാസ മുരളി എന്ന വേടൻ. കേവലം വിനോദത്തിനപ്പുറം തന്റെ സംഗീതത്തെ സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു മാധ്യമമായി ഉപയോഗിച്ചതാണ് വേടനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത്. വേട്ടക്കാരൻ എന്നർത്ഥം വരുന്ന തന്റെ പേര് മുതൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ വരെ, വേടന്റെ ഓരോ ചുവടുവെപ്പും തന്റെ വേരുകളോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധത വിളിച്ചോതുന്നു. ഹിരൺദാസ മുരളിക്ക് എങ്ങനെ വേടൻ എന്ന പേര് ലഭിച്ചു എന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലേക്കും സംഗീതത്തിലേക്കും വെളിച്ചം വീശുന്ന ഒന്നാണ്. വേട്ടക്കാരൻ എന്ന് അർത്ഥം വരുന്ന ഈ പേര് താൻ വരുന്ന സമുദായത്തോടുള്ള അദ്ദേഹത്തിന്റെ ആദരസൂചകമായി സ്വീകരിച്ചതാണ്. ചരിത്രപരമായി വേട്ടയാടലുമായി ബന്ധമുണ്ടായിരുന്ന ഒരു ജനവിഭാഗത്തിൽ നിന്നാണ് താൻ വരുന്നതെന്ന് വേടൻ അഭിമാനത്തോടെ പറയാറുണ്ട്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ തന്റെ സമുദായത്തെ ആളുകൾ ഓർക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇത് കേവലം ഒരു സ്റ്റേജ് നെയിമല്ല, മറിച്ച് തന്റെ സ്വത്വത്തോടുള്ള പ്രഖ്യാപനമാണ്. ഈ പേരിന് ഒരു പ്രതീകാത്മക തലമുണ്ട്. സമൂഹത്തിലെ അസമത്വങ്ങൾക്കും അനീതികൾക്കുമെതിരെ ശബ്ദമുയർത്തുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഒരുതരം വേട്ടയാടലാണ് വേടന്റെ സംഗീതം. ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെട്ടവരുടെ അനുഭവങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വേട്ടക്കാരനായി അയാൾ മാറുന്നു. തന്റെ പാട്ടുകളിലൂടെ സമൂഹത്തിന്റെ ഇരുണ്ട യാഥാർത്ഥ്യങ്ങളെ അയാൾ വേട്ടയാടുന്നു. അങ്ങനെ വേടൻ എന്ന പേര് അദ്ദേഹത്തിന്റെ സംഗീതത്തിന്റെ പ്രമേയങ്ങളുമായി അഴിച്ചെടുക്കാനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു പേരാണെങ്കിലും അതിന്റെ പിന്നിലെ അർത്ഥവും രാഷ്ട്രീയവും അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കുന്നു. വേടന്റെ സംഗീതം കേവലം ഭാവനയിൽ നിന്ന് ഉടലെടുത്തല്ല, മറിച്ച് തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ചുറ്റും കണ്ട യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടതാണ്. തൃശൂരിനടുത്തുള്ള ഒരു കോളനിയിലാണ് അദ്ദേഹം വളർന്നത്. അവിടെ കണ്ട ജീവിതങ്ങൾ, അനുഭവിച്ച വിവേചനങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗം നേരിടുന്ന ദുരിതങ്ങൾ, ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ വരികൾക്ക് തീവ്രത നൽകിയത്. ജാതീയ വിവേചനം ചെറുപ്പത്തിൽ തന്നെ അനുഭവിച്ചറിഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. തന്റെ നിറത്തിന്റെ പേരിൽ നേരിട്ട അവഗണനകളും അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ പ്രതിഫലിക്കാറുണ്ട്. സംഗീതത്തിലേക്ക് വരുന്നതിനു മുമ്പ് അദ്ദേഹം കൂലിപ്പണി ഉൾപ്പെടെ പല ജോലികളും ചെയ്തിട്ടുണ്ട്. പിന്നീട് സിനിമ എഡിറ്റർ ബി അജിത് കുമാറിന്റെ അസിസ്റ്റന്റായി ജോലി ചെയ്തത് അദ്ദേഹത്തിന് സിനിമയുടെയും കലയുടെയും ലോകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിച്ചു. ഈ കാലഘട്ടത്തിലായിരിക്കാം റാപ്പ് സംഗീതത്തോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം വർദ്ധിച്ചത്. റാപ്പ് സംഗീതം പ്രതിഷേധത്തിനുള്ള ഒരു ശക്തമായ മാധ്യമമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ലോകമെമ്പാടുമുള്ള, പ്രത്യേകിച്ച് അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ റാപ്പ് സംഗീതം സാമൂഹിക മാറ്റത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് അദ്ദേഹത്തെ സ്വാധീനിച്ചിരിക്കാം. തന്റെ ഉള്ളിലെ വേദനകളും രോഷവും നിസ്സഹായയുമെല്ലാം പുറത്തെടുക്കാൻ ഏറ്റവും മികച്ച മാധ്യമം റാപ്പ് സംഗീതമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. വേടനെ മലയാളികൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ പെട്ടെന്ന് പ്രശസ്തനാക്കിയത് വോയ്സ് ഓഫ് ദ വോയ്സ്ലെസ് എന്ന ഗാനമാണ്. 2020-ൽ പുറത്തിറങ്ങിയ ഈ ഗാനം യൂട്യൂബിൽ വലിയ തരംഗമുണ്ടാക്കി. കേവലം കുറഞ്ഞ ബഡ്ജറ്റിൽ തന്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ സ്വന്തം നാട്ടിൽ ചിത്രീകരിച്ച ഈ ഗാനം അതിന്റെ ശക്തമായ വരികൾ കൊണ്ടും ദൃശ്യാവിഷ്കാരം കൊണ്ടും പ്രേക്ഷകരെ ഞെട്ടിച്ചു. ഞാൻ പാണനല്ല, പറയുന്നില്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല, ഞങ്ങൾക്കു വേണ്ടത് നീ തരാൻ മടിച്ചു തുടങ്ങിയ വരികൾ കേരള സമൂഹം പലപ്പോഴും ചർച്ച ചെയ്യാൻ മടിക്കുന്ന ജാതീയത, അസമത്വം, അവകാശ നിഷേധം തുടങ്ങിയ വിഷയങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നതായിരുന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ, അവരുടെ രോഷത്തെ ഈ പാട്ട് ശക്തമായി അവതരിപ്പിച്ചു. തന്റെ കോളനിയിലെ കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് ഗാനം ചിത്രീകരിച്ചത്. ഇത് പാട്ടിന്റെ ആത്മാവിനെ കൂടുതൽ സ്പർശിച്ചു. ഈ ഗാനം പുറത്തിറങ്ങിയപ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത്. ഒരു വിഭാഗം പ്രേക്ഷകർ പാട്ടിനെ അതിന്റെ രാഷ്ട്രീയം കാരണം ഹൃദയത്തോട് ചേർത്തുവെച്ചപ്പോൾ, മറ്റു ചിലർ അതിലെ ഭാഷയുടെ പേരിലും തുറന്നുപറച്ചിലിന്റെ പേരിലും വിമർശിച്ചു. എന്നാൽ ഈ ഗാനം ഒരു ചർച്ചയ്ക്ക് വഴിതെളിയിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. വോയ്സ് ഓഫ് ദ വോയ്സ്ലെസ് യഥാർത്ഥത്തിൽ ശബ്ദമില്ലാത്ത ഒരു ജനവിഭാഗത്തിന്റെ ശബ്ദമായി മാറി. മലയാളം റാപ്പ് സംഗീതം കേവലം പ്രണയത്തിലും ഗാങ്സ്റ്റർ വിഷയങ്ങളിലും ഒതുങ്ങുന്നതല്ലെന്നും അതിന് ശക്തമായ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളെ അവതരിപ്പിക്കാൻ കഴിയുമെന്നും ഈ ഗാനം തെളിയിച്ചു. വേടന്റെ കടന്നുവരവ് മലയാളം റാപ്പ് സംഗീത ശാഖയെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മുമ്പും മലയാളത്തിൽ റാപ്പർമാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളെ ഇത്രയധികം തീവ്രതയോടെയും നേരിട്ടും അവതരിപ്പിച്ചവർ കുറവായിരുന്നു. വേടൻ യുവതലമുറയ്ക്ക് ഒരുപാട് പ്രചോദനം നൽകി. തങ്ങളുടെ ചുറ്റുമുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ, അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ അദ്ദേഹത്തിന്റെ സംഗീതം പലരെയും പ്രേരിപ്പിച്ചു. റാപ്പ് സംഗീതം കേവലം സിനിമയുടെ ഭാഗമായോ വിനോദത്തിനായോ മാത്രമല്ല, അതിന് ശക്തമായ ഒരു സന്ദേശം നൽകാൻ കഴിയുമെന്നും വേടൻ തെളിയിച്ചു. മെയിൻസ്ട്രീം സിനിമാ ലോകത്തേക്കും വേടൻ എത്തിച്ചേർന്നു. നായാട്ട്, മഞ്ഞുമ്മൽ ബോയ്സ് തുടങ്ങിയ സിനിമകളിലെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധേയമായി. നായാട്ട് സിനിമയിലെ നരബലി എന്ന ഗാനം സിനിമയുടെ കഥാന്തരീക്ഷത്തോട് ചേർന്നുനിന്നതും വലിയ ചർച്ചയായതുമാണ്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലെ കുതന്ത്രം എന്ന ഗാനവും വേടന്റെ ശബ്ദത്തിലൂടെയും വരികളിലൂടെയുമാണ് പുറത്തുവന്നത്. ഈ ഗാനത്തിന്റെ വരികളും അതിലെ റാപ്പും ചിത്രത്തിന്റെ വിജയത്തിന് വലിയ സംഭാവന നൽകി. സിനിമാ സംഗീത ലോകത്തേക്ക് വന്നതിലൂടെ തന്റെ സംഗീതം കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.
ഇത് തന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ നിലപാടുകൾ വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് സമ്മതിക്കാൻ സഹായിച്ചു. അടുത്തിടെ വേടനുമായി ബന്ധപ്പെട്ടുണ്ടായ ചില സംഭവങ്ങൾ വലിയ തോതിലുള്ള പൊതുചർച്ചകൾക്ക് വഴിതെളിയിച്ചു. കഞ്ചാവ് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട കേസുകളും പുലിപ്പല്ല് മാല ധരിച്ചതുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് കേസുമാണ് അദ്ദേഹത്തെ വാർത്തകളിൽ നിറച്ചത്. ഈ സംഭവങ്ങളിൽ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഈ വിഷയങ്ങളിൽ പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നുവന്നു. ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിന്റെ നിയമപരമായ വിഷയങ്ങളെ വിമർശിച്ചപ്പോൾ മറ്റൊരു വിഭാഗം ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ കാരണം വേട്ടയാടപ്പെടുന്നതിന്റെ ഭാഗമാണെന്ന് ആരോപിച്ചു. പ്രശസ്ത സിനിമാതാരം ഷറഫുദ്ദീൻ ഉൾപ്പെടെയുള്ളവർ പരസ്യമായി വേടന് പിന്തുണയുമായി രംഗത്തെത്തിയത് ഈ വിഷയത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കി. കലാകാരന്മാർക്ക് ഇത്തരം വിഷയങ്ങളിൽ എത്രത്തോളം പിന്തുണ ലഭിക്കുമെന്നതിനെക്കുറിച്ചും ഇത് ചർച്ചകൾക്ക് വഴിതെളിയിച്ചു. ഈ വിവാദങ്ങൾ വേടന്റെ പ്രതിച്ഛായയെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ എന്നത് വരും കാലങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്നാൽ ഈ സംഭവങ്ങൾ അദ്ദേഹത്തെ വീണ്ടും പൊതുമണ്ഡലത്തിൽ സജീവമായി ചർച്ച ചെയ്യാൻ കാരണമായി. വിവാദങ്ങൾക്കിടയിലും വേടൻ തന്റെ സംഗീതയാത്ര തുടരുകയാണ്. അടുത്തിടെ മോണോലോവ എന്ന പേരിൽ പുതിയ ആൽബം പുറത്തിറക്കിയത് ഇതിനുദാഹരണമാണ്. സിനിമയിലും സംഗീതത്തിലും സജീവമായി തുടരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. തന്റെ സംഗീതത്തിലൂടെ സാമൂഹിക മാറ്റത്തിനു വേണ്ടി സംസാരിക്കുന്നത് അദ്ദേഹം ഒരിക്കലും അവസാനിപ്പിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. റാപ്പ് സംഗീതത്തിലൂടെ തന്റെ രാഷ്ട്രീയം പറയുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ വേദന്റെ ഭാവി മലയാള സംഗീത ലോകത്ത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. വിവാദങ്ങൾക്കിടയിലും വേടൻ തന്റെ സംഗീതയാത്ര തുടരുകയാണ്. അടുത്തിടെ മോണോലോവ എന്ന പേരിൽ പുതിയ ആൽബം പുറത്തിറക്കിയത് ഇതിനുദാഹരണമാണ്. സിനിമയിലും സംഗീതത്തിലും സജീവമായി തുടരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. തന്റെ സംഗീതത്തിലൂടെ സാമൂഹിക മാറ്റത്തിനു വേണ്ടി സംസാരിക്കുന്നത് അദ്ദേഹം ഒരിക്കലും അവസാനിപ്പിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. റാപ്പ് സംഗീതത്തിലൂടെ തന്റെ രാഷ്ട്രീയം പറയുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ വേദന്റെ ഭാവി മലയാള സംഗീത ലോകത്ത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്.